നമ്മൾ കോൾ വരും നമ്മൾ എടുക്കാൻ പറ്റും, പക്ഷെ എടുക്കാനല്ല, എനിക്ക് മെസ്സേജ് കാണും. എന്റെ ചെരുപ്പൊന്ന് കണ്ടാൽ മതി. 2026, 2025, 2024, 2023 ഈ 2022 സൂചന മരിച്ചല്ലേ. 2022 മരിച്ച മനുഷ്യനല്ലേ. അതിനകത്ത് ഈ കമന്റിന് എന്ത് പ്രസക്തി? മരിച്ചവരെ നമുക്ക് സമാധാനത്തിലുള്ളൂ. അതിനെപ്പറ്റി നമുക്ക് ചെയ്യാം. എന്താ നടന്ന വർഷങ്ങളൊന്നും നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത പുതുവർഷം കാണാൻ കവിനേറുന്ന നാളത്തെ നേരം കേൾക്കാനും നമ്മൾ നേരം ചോട്ടാ മുംബൈ നാളെ റിലീസാണല്ലോ. എല്ലാരും തന്നെ ലാലട്ടന്റെ പടം ചോട്ടായി മുംബൈ തിയേറ്ററിൽ നാളെ ചൂടാറിനല്ലേ. എനിക്ക് എന്താണോ കംഫർട്ടബിൾ അത്. പിന്നെ സാരി എടുത്തിട്ട് പറഞ്ഞ ഇടണമെന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുന്നത്. സാരി എടുത്തിട്ട് വയറ് കാണിക്കാതെ ഇവിടെ എല്ലാം സെറ്റിപ്പങ്ങാനും നടക്കുന്ന കാര്യമില്ല. എന്റെ കംഫർട്ടബിൾ ആണ് ഞാൻ ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ, പണ്ടൊക്കെ നമ്മുടെ അപ്പൂപ്പന്മാരുടെ കാലത്ത്, പഴയ കാലത്ത് ഒരു മുമ്പ് ദിവസം ഇടുന്നു അവർ വയറ് കാണത്തില്ല. അവർക്ക് സാരി ഉണ്ടായിരുന്നു. സാരി എടുക്കുന്നവരുടെ വയറ് മൂടിയിട്ട് വെച്ച് ഇവിടം വരെ തോർത്ത് പറ്റിപ്പോ. നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അതിജീവന കഥയാണോ അതോ ഏറ്റവും വലിയ തള്ളു കഥയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പ്രതിഭാസത്തെ കുറിച്ച് തന്നെയാണ്. നമ്മുടെ അന്തരിച്ച കൊല്ലം സുധി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേരിൽ വന്ന് ഇപ്പോൾ അമ്മേ ദേവിയായിട്ട് മാറിയ നമ്മുടെ രേണു സുധി. ഇതിൽ ഭക്തിയുണ്ട്, ഭ്രാന്തുണ്ട്, പിന്നെ കണക്ക് പിള്ളയെ പോലും തോൽപ്പിക്കുന്ന തരത്തിലുള്ള മറവികളുമുണ്ട്. എന്തായാലും നമുക്ക് ഇതൊന്ന് വിശദമായിട്ട് തന്നെ ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് ഗജിനെ വരെ തോൽപ്പിക്കുന്ന ആ ഒരു മറവി എന്താണെന്ന് നോക്കണ്ടേ. രേണുവിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അവരുടെ മറവി തന്നെയാണ്. സുധിച്ചേട്ടൻ മരിച്ച വർഷം പോലും പുള്ളിക്കാരിക്ക് ഓർമ്മയില്ല. കാരണം അതൊരു കറുത്ത അധ്യായമാണെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. സുധിച്ചേട്ടൻ മരിച്ച വർഷം പോലും രേണുവിന് ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ നല്ല കാര്യങ്ങളല്ലേ വർഷങ്ങൾ ഓർക്കുന്നത്. നമ്മുടെ ദുരിതം നടന്ന വർഷങ്ങളൊന്നും നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത വർഷങ്ങൾ നമ്മൾ ഓർക്കാതെ. അതിനുള്ള ഉത്തരം അതാണ്. എന്റെ വേണ്ടപ്പെട്ട ആള് മരിച്ച വർഷം ഞാൻ ഓർക്കുന്നില്ല. അതെനിക്ക് ഓർത്തെടുക്കാൻ വേണ്ടി ആ ദൂരത, അതായത് എന്റെ ലൈഫിലെ ഏറ്റവും കറുത്ത അധ്യായമാണ്. ആ കറുത്ത അധ്യായത്തെ പറ്റി ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതാണ് എനിക്ക് പറയുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, രേണു സുധി എന്ന പേരിൽ കിട്ടുന്ന ഉദ്ഘാടനങ്ങളും അതുപോലെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന വർക്കുകളും ചാനൽ പരിപാടികളും ഓർക്കാൻ ഈ ഒരു കറുത്ത അധ്യായങ്ങൾക്കൊന്നും തടസ്സമില്ല പുള്ളിക്കാരിക്കും. എന്തായാലും നമ്മുടെ സമൂഹത്തിൽ ഒരാൾ മരിച്ചാൽ ആ കുടുംബത്തെ സഹായിക്കാൻ മലയാളികൾ മത്സരിക്കും. എന്നാൽ ആ ഒരു സഹതാപത്തെ എങ്ങനെ ഒരു പ്രൊഫഷണൽ കരിയറാക്കി മാറ്റാം എന്നതിന് രേണു ഒരു മികച്ച ഉദാഹരണം തന്നെയാണ്. വർഷം ഓർമ്മയില്ലെങ്കിലും വരാനിരിക്കുന്ന ആൽബങ്ങളുടെ ആ ഒരു റിലീസ് ഡേറ്റ് പുള്ളിക്കാർക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഇനിയാണ് നമ്മുടെ രേണു സുധി രേണു ദേവിയായി മാറിയ ഒരു സംഭവം വന്നത് കേട്ടോ. സെലിബ്രിറ്റി ഭക്തിയും ചെരുപ്പ് പൂജയും ചർച്ചാ വിഷയമായിട്ട് മാറിയിരിക്കുന്നത്. നമ്മൾ കോൾ വരും നമ്മൾ എടുക്കാൻ പറ്റും, പക്ഷെ എടുക്കാനല്ല, എനിക്ക് മെസ്സേജ് കാണും. എന്റെ ചെരുപ്പൊന്ന് കണ്ടാൽ മതി. ഇപ്പൊ തുടങ്ങിയതല്ലേ, ഒരു വർഷമല്ല, മാസങ്ങളായി. ഇപ്പൊ ഒന്ന് കരിമിഴി കണ്ണാൻ ഇറങ്ങിയ ആ ടൈമിൽ ഒന്ന് ആരാധകനാണ്. അത് കഴിഞ്ഞ ശേഷം ഈയിടെയാണ് പിന്നെയും പുള്ളി ഇൻസ്റ്റാല് ഇതായത്. അപ്പൊ ഞാൻ അതൊന്ന് കളിയാക്കല്ലേ എല്ലാത്തിനും വന്ന് കമന്റ്, അമ്മയെ ദേവി അനുഗ്രഹിക്കണേ, അമ്മ എന്റെ പ്രാർത്ഥന കേൾക്കണേ. സത്യം പറഞ്ഞാൽ എന്തോ എനിക്കറിയില്ല അവരത്ര മാനസിക അതറിഞ്ഞിട്ടേ ഒക്കെ അല്ലേ ചേട്ടാ. എന്നെ ഇങ്ങനെയൊക്കെ ആരാധിക്കുന്നവരാണ്. ഇങ്ങനെ ഫോട്ടോസ് അയച്ചാലും അമ്മയെ ദേവി കമന്റ്സിലുണ്ടല്ലോ. അപ്പം വേറൊരു കമന്റ് ഇട്ടേക്കുന്നത് ഇത് രേണുവിന്റെ വേറെ അക്കൗണ്ടാണ്. അപ്പത്തേനും ഇവൻ ഒറിജിനൽ അവൻ വന്നിട്ട് പറഞ്ഞു, ഒരിക്കലുമല്ല ഞാൻ ദേവിയുടെ ഭക്തരാണ്. എനിക്ക് അറിയത്തില്ല, ഇനിയിപ്പോ പറയാൻ പറ്റത്തില്ല. എല്ലാരും ദേവിയാകൊക്കെ അല്ലേ, ചിലപ്പോ ഒരു രേണു. അപ്പോൾ ആ വിശ്വവിഖ്യാതനായിട്ടുള്ള ചെരുപ്പ് ഭക്തന്റെ കഥ നിങ്ങൾ കേട്ടല്ലോ. തന്നെ ദേവിയായിട്ട് കണ്ട് ആരാധിക്കുന്ന ഒരു ഭക്തൻ തന്റെ ചെരുപ്പ് കണ്ടാൽ ആശ്വാസം കണ്ടെത്തുന്നു എന്ന് രേണു ഇവിടെ തമാശയായിട്ട് പറയുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് മറ്റൊരു വശമാണ് കേട്ടോ. ഹണി റോസിനും ലക്ഷ്മി നായർക്കും അമ്പലം പണിത തമിഴ്നാടിനെ നവോത്ഥാന കേരളം കളിയാക്കാറുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിലെ ഒരു സെലിബ്രിറ്റി ഇത്തരത്തിലുള്ള വൈകൃതങ്ങളെ ആരാധനയായിട്ട് ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ ആർക്കാണ് ശരിക്കും മാനസികാരോഗ്യം വേണ്ടതെന്ന് ആരാധകരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രേണു ദേവി എന്നത് ഒരു വികാരമായിട്ട് വളർത്താൻ ശ്രമിക്കുന്നതിന് പിന്നിലെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. നമ്മുടെ ഹണി റോസിന് വേണ്ടിയിട്ട് അമ്പലം, അതായത് തമിഴ്നാട്ടിലെ അമ്പലം വരെ പണിത ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ വന്ന ഒരു വാർത്ത തന്നെയാണ്. അപ്പം ഹണി റോസിന് വരെ ഇവിടെ അമ്പലം പണിത് കൊടുക്കുന്നു. അപ്പൊ എന്തുകൊണ്ട് തനിക്ക് മാത്രം അങ്ങനെ ഇല്ല? എന്തായാലും ഇവിടെ രേണു ദേവിയുടെ മഹാത്മ്യം നിങ്ങൾ കാണാതെ പോകരുത് കേട്ടോ.
എന്തായാലും നമ്മുടെ രേണുവിന് ഇപ്പോൾ വിദേശ പര്യടനവും പിന്നെ തിരക്കോട് തിരക്ക് തന്നെയാണ്. ബിഗ് ബോസിൽ പോയത് രേണുവിനെ ജനങ്ങളെ അറിയാനാണ് എന്നായിരുന്നു വെപ്പ്. എന്നാൽ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ താരം പറയുന്നത് തനിക്ക് ഉറങ്ങാൻ പോലും സമയമില്ല എന്നാണ്. അപ്പായ്ക്കും അമ്മയ്ക്കും സുഖമില്ല, ഞാനാണ് വീട് നോക്കുന്നത്, എനിക്ക് നോക്കിയേ പറ്റത്തുള്ളൂ, എനിക്ക് എന്റെ മക്കളെ പട്ടിണിക്കിടാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം, ഒരു ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞ് എന്താ പറയാ, ജീവിതം വഴിമുട്ടി നിന്നപ്പം ഒരു എന്തോ ഒരു ഭാഗ്യം പോലെ ചെറിയ ചെറിയ ആൽബങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളും നാടകവും നിങ്ങൾക്കറിയാലോ, അങ്ങനെ വന്നതാണ് ഞാൻ. സൂചിച്ചേട്ടൻ മരിച്ച വർഷം പോലും രേണുവിന് ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ നല്ല കാര്യങ്ങളല്ലേ വർഷങ്ങൾ ഓർക്കുന്നത്, നമ്മുടെ ദുരന്തം നടന്ന വർഷങ്ങളൊന്നും നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത വർഷങ്ങൾ നമ്മൾ ഓർക്കാതെ, അത്രയോ അതിനുള്ള ഉത്തരം അതാണ്. എന്റെ വേണ്ടപ്പെട്ട ആള് മരിച്ച വർഷം ഞാൻ ഓർക്കുന്നില്ല, അത്രയോ അതെനിക്ക് ഓർത്തെടുക്കാൻ വേണ്ടി ആ ദുരന്തം, അതായത് എന്റെ ലൈഫിലെ ഏറ്റവും കറുത്ത അധ്യായമാണ്. ആ കറുത്ത അധ്യായത്തെ പറ്റി ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, അതാണ് എനിക്ക് പറയുന്നത്. ക്ഷീണമാണ് എല്ലാവരും. ഇന്നിപ്പം ബ്യൂട്ടി പാർലർ ചേച്ചിയൊക്കെ പറയാറ് എന്തെങ്കിലും നീ ഹെൽത്ത് നോക്കണം, ഞാൻ ആഹാരം ഹെൽത്ത് ഉള്ളപ്പോഴേ നമുക്ക് ഓടാൻ പറ്റുള്ളൂ, അപ്പം എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ എപ്പോഴും പറയും. ഞാൻ ഹെൽത്ത് നോക്കുന്നില്ല, എനിക്ക് ഉറക്കമൊന്നും കണ്ടിന്യൂസ് ആയിട്ട് വർക്കാണ്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. UA കഴിഞ്ഞ് ഇപ്പോൾ UK പറക്കുന്നു. ഇതല്ലാതെ മറ്റൊരു പണി തനിക്ക് അറിയില്ല എന്ന് രേണു തന്നെ തുറന്നു പറയുന്നുമുണ്ട്. ഇവിടെയാണ് സാമൂഹികമായിട്ടുള്ള ഒരു പ്രശ്നം നമ്മൾ കാണുന്നത്. അതായത് കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ ആൽബം ഉണ്ടെന്ന് പറയും, അഭിനയം അറിയാമോ എന്ന് ചോദിച്ചാൽ ഷോർട്ട് ഫിലിം ഉണ്ട് എന്ന് പറയും. ചുരുക്കത്തിൽ എന്ത് കാണിച്ചും വാർത്തകൾ നിറഞ്ഞു നിൽക്കുക എന്നുള്ള അറ്റൻഷൻ സീക്കിംഗ് സംസ്കാരം നമ്മുടെ യുവതലമുറയ്ക്ക് നൽകുന്ന സന്ദേശവും എന്താണ്? നേരിട്ട് കാണാൻ സുന്ദരിയാണ്, ഫോട്ടോയിൽ കൊള്ളില്ല എന്നൊക്കെ രേണു പറയുന്നത് സ്വന്തം കോൺഫിഡൻസ് കൊണ്ടാണോ അതോ ക്യാമറക്കാരെ കളിയാക്കുന്നതാണോ എന്ന് അവർക്ക് മാത്രമേ അറിയൂ. വിമർശിക്കുന്നവരോട് എനിക്ക് പരാതിയില്ല എന്ന് പറയുമ്പോഴും ഓരോ വിവാദങ്ങളിൽ കൃത്യമായിട്ടുള്ള മൈലേജ് ഉണ്ടാക്കാൻ രേണുവിന് അറിയാം. മരിച്ചുപോയ ഒരു കലാകാരന്റെ നിഴലിൽ തുടങ്ങി ആ നിഴലിനെ പോലും മറന്നുകൊണ്ടുള്ള ഈ യാത്ര എങ്ങോട്ടാണ്? ഭക്തന്മാരുടെ എണ്ണം കൂടുമ്പോൾ ഭഗവതിക്ക് അഹങ്കാരം കൂടുന്നത് സ്വാഭാവികമാണല്ലേ? രേണു സുധി എന്ന വ്യക്തി ഒരു സോഷ്യൽ മീഡിയ നിർമ്മിതി തന്നെയാണ്. ഒരു വലിയ കലാകാരന്റെ വിയോഗത്തിലൂടെ മലയാളി മനസ്സുകളിൽ ലഭിച്ച ഒരു സിമ്പതി എന്നുള്ള വികാരത്തെ വളരെ പെട്ടെന്ന് തന്നെ ഒരു ബ്രാൻഡാക്കി മാറ്റാനായിട്ട് രേണുവിന് സാധിച്ചു. ഇത് ആധുനിക സോഷ്യൽ മീഡിയ സംസ്കാരത്തിന്റെ ഒരു നേർചിത്രം തന്നെയാണ്. ഇവിടെ കഴിവുകളെക്കാളും ഉപരി വിവാദങ്ങളും വൈകാരികമായിട്ടുള്ള വെളിപ്പെടുത്തലുകളുമാണ് ഒരാളെ ചർച്ചാ വിഷയമാക്കുന്നത്. ഭർത്താവിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന് ശേഷം തളർന്നിരിക്കാതെ 2 മക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി സ്വന്തം കരിയർ കെട്ടിപ്പടുത്തത് അഭിനന്ദിക്കേണ്ട തന്നെയാണ്. എനിക്ക് ഇതല്ലാതെ മറ്റൊരു ജോലി അറിയില്ല എന്ന് തുറന്നു പറച്ചിലിൽ തൊഴിലിനോടുള്ള ആ ഒരു സത്യസന്ധത നമുക്ക് കാണാൻ കഴിയും. പിന്നെ വിധവയായിട്ടുള്ള ഒരു സ്ത്രീ വീട്ടിൽ ഒതുങ്ങിക്കൂടണം എന്നുള്ള യാഥാസ്ഥിതിക ചിന്താഗതിയെ അവര് തകർക്കുന്നുണ്ട്. തന്റെ വസ്ത്രധാരണത്തിലും കരിയറിലും അവർ കാണിക്കുന്ന ആ ഒരു ആത്മവിശ്വാസം പല സ്ത്രീകൾക്കും പ്രചോദനം തന്നെയാണ്. അതിനിടയിൽ ആ ക്രൂരമായിട്ടുള്ള സൈബർ ആക്രമണങ്ങൾ അവർ നേരിടുമ്പോഴും അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് തന്റെ ലക്ഷ്യങ്ങളുമായിട്ട്, അതായത് UK യാത്ര, പുതിയ പ്രോജക്റ്റുകൾ, അതുമായിട്ടൊക്കെ മുന്നോട്ട് പോകാനുള്ള ആ ഒരു മാനസിക കരുത്ത് അവർക്കുണ്ട്. ഇതൊക്കെ നോക്കുമ്പോൾ അത് അവരുടെ ഒരു പോസിറ്റീവ് വശങ്ങൾ എന്ന് നമുക്ക് പറയാം. ഇനി നെഗറ്റീവായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ, കൊല്ലം സുധി എന്ന കലാകാരൻ അദ്ദേഹം മരിച്ച വർഷം ഓർമ്മയില്ല എന്ന് പറയുമ്പോഴും എന്നാൽ അദ്ദേഹത്തിന്റെ പേര് നിരന്തരം തന്നെ മാർക്കറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നതും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം ആരാധകർക്കിടയിൽ അതൊരു അതൃപ്തി തന്നെ ഉണ്ടാക്കുന്നുണ്ട്. കാരണം അത് സത്യസന്ധതയില്ലാത്ത ഒരു പെരുമാറ്റമായിട്ട് തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട്. പിന്നെ വില കുറഞ്ഞ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടുകൾ, ചെരുപ്പ് ആരാധകൻ, തന്നെ ദേവിയായിട്ട് കാണുന്ന ഭക്തൻ, ഇങ്ങനെ തുടങ്ങിയ കഥകളൊക്കെ വിളിച്ചു പറയുന്നത് നിലവാരമില്ലാത്ത പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്നുള്ളത് വിമർശനവും ശക്തമാണ്. ഇത് ഗൗരവകരമായിട്ടുള്ള ഒരു കരിയർ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ചേർന്ന ഒരു കാര്യമല്ല. ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ സമൂഹത്തിന് മാതൃകയാകേണ്ടതിന് പകരം അന്ധമായിട്ടുള്ള ആരാധനയെ പ്രോത്സാഹിപ്പിക്കുന്നതും, അതായത് ഒരു ഭക്തന്റെ കഥകൾ വഴി തെറ്റായിട്ടുള്ള ഒരു സന്ദേശം തന്നെയാണ് ഇവർ നൽകുന്നത്. ചുരുക്കത്തില് രേണു സുധി എന്നുള്ള വ്യക്തിയെ നമുക്ക് പൂർണ്ണമായിട്ട് തള്ളിക്കളയാനോ അല്ലെങ്കിൽ ഉൾക്കൊള്ളാനോ കഴിയില്ല. അവർ തന്റെ ജീവിത സാഹചര്യങ്ങളോട് പൊരുതി മുന്നേറുന്ന ഒരു സ്ത്രീയാണ്. പക്ഷേ ആ യാത്രയിൽ അവരുപയോഗിക്കുന്ന ചില പബ്ലിസിറ്റി തന്ത്രങ്ങൾ മലയാളി പ്രേക്ഷകരുടെ യുക്തിക്ക് നിരക്കാത്തത് തന്നെയാണ്. സുധിച്ചേട്ടനോടുള്ള ബഹുമാനം എന്നും കാത്തു സൂക്ഷിക്കണമെന്നും സ്വന്തം കരിയറിൽ സ്വന്തം ഗൗരവമുള്ള നിലപാടുകൾ എടുക്കണമെന്നുമാണ് ഭൂരിഭാഗം പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത്. എന്തായാലും രേണു ദേവി എന്നുള്ള ആ ഒരു പരിവേഷത്തെക്കാളും രേണു സുധി എന്ന കലാകാരിയായിട്ട് വളരാൻ അവർക്ക് സാധിക്കട്ടെ. ഈ വിഷയത്തിൽ നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം എന്താണ്? രേണുവിന്റെ ഈ മാറ്റങ്ങൾ സ്വാഗതാർഹമാണോ അതോ പരിഹാസ്യമാണോ? താഴെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.